ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. ഇനി നമുക്ക് ഗുരുവായൂരിലേക്ക് പോകാം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ജെയ്സൺ ചമവളപ്പിലുണ്ട്. പുലർച്ചെ 4-ന് ക്ഷേത്രം ഊരാൾ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഗുരുവായൂരപ്പന് ആദ്യ ഓണപ്പുടവ സമർപ്പിച്ചതോടെ തിരുവോണ ചടങ്ങുകൾക്കൊക്കെ തുടക്കമായിരിക്കുകയാണ്. ജെയ്സണിലേക്ക് 10,000-ഓളം പേർക്ക് വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിട്ടുണ്ട്. സദ്യ രാവിലെ 9-ന് തന്നെ ആരംഭിക്കുമെന്നും കേൾക്കുന്നു. ഇപ്പോൾ ജെയ്സൺ ചാമവളപ്പിൽ നമുക്ക് പൂണ്ട. ജെയ്സൺ, അപ്പോൾ ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ നേരുകയാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ചടങ്ങുകൾ ജെയ്സൺ? എല്ലാവർക്കും തിരുവോണ ദിന ആശംസകൾ നേരുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മറ്റൊരു സ്ഥലത്തുമല്ല, ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലാണ്. ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലേക്ക് ആയിരക്കണക്കിന് ഭക്തരാണ് തിരുവോണ നാളിൽ ഗുരുവായൂരപ്പനെ ദർശിക്കുന്നതിന് വേണ്ടി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. ഗംഭീരമായ പൂക്കളം കിഴക്കേ നടയിൽ അതിഗംഭീരമായി ഒരുക്കിയിട്ടുണ്ട്. അത് കാണുന്നതിന് വേണ്ടി ആളുകൾ എത്തുന്നുണ്ട്. ഇന്നലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കുള്ള ഭക്തരുടെ നീണ്ട നിരയും ഒഴുക്കുമായിരുന്നു. സ്വാഭാവികമായും ഇന്നലെ ഉത്രാടക്കുല സമർപ്പണം നടന്ന ഉത്രാടക്കുല സമർപ്പണം എന്ന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഓണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ്. ഉത്രാടക്കുല സമർപ്പണം പൂർത്തിയാക്കിയാൽ ആ ഉത്രാടക്കുലയിലൂടെ ലഭിക്കുന്ന നേന്ത്രപ്പഴം, ആ നേന്ത്രപ്പഴത്തിൽ ഒരു ഭാഗം ഇന്ന് വലിയ സദ്യ ഒരുക്കുന്നുണ്ട്. ഇവിടെ എത്തുന്നവർക്ക് തിരുവോണ സദ്യ ഒരുക്കുന്നുണ്ട്. ആ തിരുവോണ സദ്യ ഏകദേശം 10,000-ഓളം പേർക്കാണ് ഈ സദ്യ ഒരുക്കിയിരിക്കുന്നത്. 9 മണിയോടുകൂടി സദ്യ ആരംഭിക്കും. അതോടൊപ്പം തന്നെ ആ സദ്യയിൽ പങ്കെടുക്കാനും ഒരുപാട് പേരെത്തിയിട്ടുണ്ട്. ആ ഉത്രാടത്തിന് ലഭിച്ച ഈ കാഴ്ചക്കുലയിൽ ഒരു ഭാഗം ആനകൾക്ക് അവകാശപ്പെട്ടതാണ്. മറ്റൊന്ന് ഭക്തർക്ക് ലേലം ചെയ്ത് നിൽക്കുമ്പോൾ നീണ്ട ക്യൂ പല സ്ഥലങ്ങളിലും കാണാം. ഇപ്പോൾ വലിയ ക്യൂ ആണ് കാണുന്നത്. നേരത്തെ തന്നെ പുലർച്ചയ്ക്കും ഇന്നലെ രാത്രിയൊക്കെ വന്ന് ക്യൂവിൽ നിന്ന ആളുകൾ ഇപ്പോഴും ആ ക്യൂവിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ കാണാം. വളരെ ആളുകൾക്കെല്ലാം സൗകര്യപ്രദമായ രീതിയിൽ ഇതെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. ആളുകളെല്ലാം കാത്തിരിക്കുകയാണ് ഗുരുവായൂരപ്പനെ ദർശിക്കാൻ. ഇപ്പോൾ കാഴ്ചശീവേലി അല്പസമയത്തിനകം നടക്കും. പ്രത്യേക കാഴ്ചശീവേലിയാണ്, അതായത് വിശേഷാൽ കാഴ്ചശീവേലിയാണ് ഇത്തവണ നടക്കുന്നത്. ഈ ആഘോഷ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രത്യേക കാഴ്ചശീവേലി, വിശേഷാൽ കാഴ്ചശീവേലി നടക്കും. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയി ആളുകൾ കാത്തിരിക്കുകയാണ്. ഏതായാലും വിപുലമായ ഒരുക്കങ്ങൾ ഈ തിരുവോണ ആഘോഷവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ഒരുക്കിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള സദ്യ, വിഭവസമൃദ്ധമായ സദ്യ എന്ന് പറയേണ്ടി വരും. അത്രയേറെ വിഭവങ്ങളോടുകൂടി എങ്ങനെയാണോ ഭഗവാനെ ഊട്ടുന്നത് അതുപോലെ തന്നെ ഇവിടെ എത്തുന്ന ഭക്തരെയും ഊട്ടുന്നതിന് വേണ്ടി ഇത്തവണ വിപുലമായ സദ്യ ഒരുക്കിയിട്ടുണ്ട്. എന്താ 4 മണിക്കൂറായി ഞങ്ങൾ വരി നിൽക്കുന്നു. സീനിയർ സിറ്റിസനാണ് ഞങ്ങൾ. 4 മണിക്കൂർ ഓൺലൈൻ വഴി അല്ല സീനിയർ സിറ്റിസൺ 4 മണിക്കൂറായില്ലേ? ശ്രുതി, 4 മണിക്കൂറിലേക്ക് എതിയായി ഓരോ സ്ഥലത്ത് ക്യൂ നിൽക്കുന്നവരാണ് ഇവർ. പക്ഷേ ഇവർ തിരുവോണ ദിവസം ഈ ഭക്തരെല്ലാം തന്നെ ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കണ്ട ശേഷം മാത്രമേ മടങ്ങൂ എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് തിരുവോണ ദിവസമൊക്കെയും ഗുരുവായൂരപ്പ ദർശനം ഭക്തരെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വിശേഷാൽ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എത്ര മണിക്കൂറിൽ കാത്തു നിന്നാലും ഈ ഭക്തർ ഈ ദർശനം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ നടക്കൂ. പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ഭക്തരുടെ വലിയ നീണ്ട നിരയുണ്ട്. ഇപ്പോൾ ഈ ഓരോ ലെയറുകളായി ആളുകളെ വരികൾ നിൽക്കുകയാണ്. എന്തേട്ടാ സംവിധാനം ശരിയാക്കിയിട്ടില്ല. 3 മണി മുതൽ ഇവിടെ നിൽക്കുന്നവരുണ്ട്. സീനിയർ സിറ്റിസൺ 1 മണിക്കൂറായിട്ട് നിൽക്കുക. അതിന് സംവിധാനം ഉണ്ടാക്കിയിട്ട് 3-4 പേരെ ഇന്നത്തെ കയറ്റിവിടായിരുന്നു. അപ്പോൾ അവിടെ പൂജ നടക്കുക. അല്ല, അത് പൂജ അറിയാമല്ലോ അവർക്ക്. അതിന് മുമ്പ് കയറ്റിവിടാൻ 2 മണിക്കൂറായിട്ട് ഇവിടെ. അപ്പോൾ ആളുകൾ ഈ ക്യൂവിൽ നിൽക്കുന്നതിൽ ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതിൽ സ്വാഭാവികമായും ഇന്ന് വലിയ ഭക്തരുടെ തിരക്കുണ്ട്. ആ തിരക്കും ഇതിൽ സ്വാഭാവികമായും അപ്പുറത്തൊക്കെ പല ലെയറുകളായി ആളുകൾ നിൽക്കുന്നുണ്ട്, ക്യൂവിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദർശനം അല്പം വൈകാനുള്ള സാധ്യതയുമുണ്ട്. 4-5 മണിക്കൂറൊക്കെ ക്യൂവിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ ദേവസ്വം പരമാവധി സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ പോലും വിശേഷാൽ ദിവസങ്ങളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന ഭക്തരുടെ എണ്ണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. അതിനുള്ള അത്രയും സംവിധാനങ്ങൾ ഇനിയും ഉണ്ടാക്കേണ്ടതുണ്ടെന്നാണ് ഇവിടെ ക്യൂ നിൽക്കുന്ന ആളുകൾ പറയുന്നത്. ഏതായാലും തിരുവോണ ദിനത്തിൽ ഏറ്റവും ഗംഭീരമായ ഒരു ദർശന സൗകര്യത്തിന് വേണ്ടി എന്തേട്ടാ ഞാൻ തൊഴുതു വന്നു. അമ്പലത്തിൽ പോയി 4 മണിക്ക് ഒന്ന് ക്യൂ വന്നാണ് പുള്ളിൽ പോയി തൊഴുതു വരാൻ കാണാൻ പറ്റി. തൊഴുതു വന്നവരുമുണ്ട്, തൊഴാൻ നിൽക്കുന്നവരുമുണ്ട്. പിന്നെ ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ എത്തുന്നവരുണ്ട്, സദ്യയിൽ പങ്കെടുക്കാൻ എത്തുന്നവരുണ്ട്. പുറത്തുനിന്നെങ്കിലും തൊഴുത് ഒരു നോക്ക് ഭഗവാനെ കണ്ട് പോകാൻ എത്തിയവരുണ്ട്. അങ്ങനെ വിവിധ രീതിയിലുള്ള ആളുകൾ അവിടെ വരുന്നുണ്ട്. ഏതായാലും ഗുരുവായൂർ ക്ഷേത്രം ഭക്തിസാന്ദ്രമാണ്, ആഘോഷസാന്ദ്രമാണ്.
തിരുവോണ ദിനം ഏറ്റവും ഗംഭീരമായി ആഘോഷിക്കാൻ അകലങ്ങളിൽ നിന്നും പോലും എത്തിയ ഭക്തരുടെ നീണ്ട നിര എല്ലായിടത്തും കാണാനാകും. ശരി ജെയ്സൺ, അപ്പോൾ ഏറ്റവും സന്തോഷം നിറഞ്ഞ കാഴ്ചകൾ തന്നെയാണ്. ഇതിനിടയിൽ ചെറിയ ചില പരാതികളുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയാണ് ഇപ്പോൾ ജെയ്സൺ പറഞ്ഞു തന്നത്. അവിടെ 10,000-കണക്കിന് ആളുകൾക്കാണ് സദ്യ ഒരുക്കുന്നത്. 9 മണി മുതൽ വിഭവസമൃദ്ധമായ സദ്യ ആരംഭിക്കും. ഇപ്പോൾ ചെറിയ ചെറിയ ചില പരാതികളൊക്കെ ഉണ്ട്. പക്ഷേ കൂടുതലും എത്തുമ്പോ അതില്ല എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ കിട്ടിയല്ലേ? ഊഞ്ഞാല് കിട്ടി. ഇനി എവിടുന്ന് എഴുന്നേക്കുന്നില്ല.